ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മരുന്നിൻ്റെ കുപ്പികളാണ്. ഏത് കുപ്പി വേണമെങ്കിലും എടുക്കാം, കുറച്ച് ചെറുതായിട്ടുള്ള എടുക്കണമെന്ന് മാത്രം. നമുക്ക് അടുത്തായിട്ട് ഇനി വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് സിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലേ ഉള്ളവർക്ക് അത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സിയിൽ എടുത്തിട്ട് അതിൻ്റെ രണ്ട് പാർട്ട് ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം, നന്നായിട്ട് മിക്സ് ആവണം, എങ്കിലേ ഇത് ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഈ ബോട്ടിലിനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ടോപ്പ് തൊട്ട് താഴോട്ട് ചെയ്ത് വരിക. ആദ്യം ഇതിൻ്റെ ക്യാപ്പിന് മുകളിൽ വെക്കുക, എന്നിട്ട് താഴോട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതവിടെ ഡ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതെൻ്റെ മോളുടെ ടോയ്സിൻ്റെ കൂട്ടത്തിലുണ്ടായതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരത്താൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തി എടുക്കണം. നന്നായിട്ട് ഇത് തിന്നായ ശേഷം ഞാൻ അതിനെ 2 പാർട്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ബോട്ടിലിൻ്റെ 2 സൈഡിലും നല്ല ചെറുകുകൾ പോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളത് കാണുക. നമ്മളിതിനെ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് കിട്ടും. അതിനെ ഒന്നുകൂടെ മടക്കിയിട്ട് നമ്മുടെ ആ കുപ്പി ഉണ്ടല്ലോ അതിലേക്ക് അതിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്ലേ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ അതവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ അതിൻ്റെ 2 സൈഡും അതുപോലത്തെ പീസസ് വെച്ച് കൊടുക്കണം. അപ്പോൾ 2 സൈഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പെൻഗ്വിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെൻഗ്വിനെ പോലെ കളർ ചെയ്ത് എടുക്കുക. ആദ്യം ഞാൻ ബ്ലാക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അതിനുശേഷം നമുക്ക് വൈറ്റ് കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യാൻ എടുക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കേണ്ടത് കൊണ്ട് അപ്പോൾ തന്നെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഞാനിതിന് ഒരു ചുണ്ടും അതുപോലെ കണ്ണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചുണ്ട് ചെയ്യുന്നത് ഈ സിയിൽ വെച്ചിട്ട് തന്നെയാണ്. കണ്ണ് ജസ്റ്റ് പെയിൻറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇതിലും പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന് കണ്ണ് വരച്ചു കൊടുക്കുക. ജസ്റ്റ് 2 ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് എഗ്ഷെല്ലിൻ്റെ പൗഡർ ഇട്ട് കൊടുത്ത് ഒരു മഞ്ഞിനെ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് അതിനെ ചുണ്ടും അതുപോലെ ഞാൻ കാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി പെൻഗ്വിനാണ്. നമ്മുടെ അക്രിലിക് പെയിൻറ്റിൻ്റെ ചെറിയ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഞാനിപ്പോൾ 2 എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ കുട്ടി പെൻഗ്വിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേസ്റ്റായി കിടക്കുന്ന ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്